2024 റിലീസ് ചെയ്ത ഒരു ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ മൂവിയാണ് വീണ സബലം സെവൻ ഹാരി. 2016 ഇന്തോനേഷ്യയിലുള്ള വീണ എന്ന പെൺകുട്ടിക്കും ഇക്കി എന്ന ആൺകുട്ടിക്ക് നടന്ന അതിക്രൂരമായ സംഭവങ്ങൾ. ഈ മൂവി കാണുമ്പോൾ ഒരു പെൺകുട്ടിയെ ഇത്രയും ക്രൂരമായിട്ടൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ സിനിമയിൽ കാണുന്നതിലും അതിക്രൂരമായ കാര്യങ്ങളായിരുന്നു വീണയ്ക്ക് യഥാർത്ഥത്തിൽ നേരിടേണ്ടി വന്നത്. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറം ക്രൂരമായ കാര്യങ്ങൾ ഒരാത്മാവ് നേരിട്ട് വന്ന് തെളിയിച്ച കേസ് കൂടിയായിരുന്നു ഇത്. കൂടുതലൊന്നും ഈ മൂവിയെ പറ്റി പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായികയാണ് കാണിക്കുന്നത്. അവളുടെ പേരാണ് വീണ. ഇപ്പോ തന്റെ കൂട്ടുകാരിയുടെ ആന്റിയുടെ ഒരു സലൂണിലേക്ക് വന്നതാണ് അവൾ. അവര് വീണയുടെ ഫ്രണ്ടിലത്തെ മുടി കട്ട് ചെയ്തിട്ട് അത് കളയാനായിട്ട് നോക്കിയതും അത് കളയണ്ട ആന്റി, ഞാൻ കൊണ്ടുപോയിക്കോളാം. അവളത് ചോദിച്ചതും ആ സലൂണിലെ ആന്റി അവളെ ഒരുമാതിരി ഒരു നോട്ടം നോക്കുന്നു. പിന്നെന്താ, മോള് കൊണ്ടുപോയിക്കോ പറഞ്ഞുകൊണ്ട് അതൊരു കവറിലേക്ക് ഇട്ട് കൊടുത്തു. മോൾക്കൊരു കാര്യം അറിയോ, നമ്മളുടെ മുടി മുറിച്ചു കഴിഞ്ഞാല് അത് മരിച്ചു പോയെന്ന അർത്ഥം. അത് പിന്നെ കളയാനേ പറ്റുള്ളൂ. പക്ഷേ ആന്റി, അത് എന്റെ മുടിയല്ലേ. ആന്ന് എങ്കിലും നമ്മളത് കൊണ്ടുപോകാൻ പാടില്ല. എന്നാൽ വീണയാണെങ്കിൽ അത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പകരം ഒരു ഐസ് ക്യൂബ് വായിലേക്ക് എടുത്തിട്ട് അത് കടിച്ചു പൊട്ടിച്ച് ചവച്ചരച്ചങ്ങ് തിന്നുന്നു. അത് കണ്ടതും ഇത് എന്നാച്ച ചാതനോ എന്നൊരു ലുക്കിട്ട് ആന്റി അവളുടെ കൂട്ടുകാരി ഒരു നോട്ടം നോക്കി. കൂട്ടുകാരിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ചിരിയാണ് വന്നത്. പിന്നെ ഈ കൂട്ടുകാരിയുടെ പേര് ലിൻഡ എന്നാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതും രണ്ടുപേരും തിരികെ പോവുകയാണ്. നിന്റെ ആന്റിയുടെ ആ നോട്ടോ സംസാരം ഒന്നും ശരിയല്ല. വെറുതെ എന്തിനാ എന്നോട് അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ടെന്നൊക്കെ പറയുന്നത്? നീ അത് വിടുവീന, ആന്റി പഴയ ആളല്ലേ, അതിന്റെ ആവും. ലിൻഡ അവളെ സമാധാനിപ്പിച്ചതും വീണ തന്റെ ബാഗിൽ നിന്നും ഒരു കുഞ്ഞു ലെറ്റർ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. എന്നെങ്കിലും ഒരിക്കല് നിനക്ക് എന്നെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ മാത്രം ഇത് തുറന്നു വായിക്കണം. ഞാൻ നിന്നെ എന്തിനാ മിസ് ചെയ്യുന്നത്? നീ അതിനെവിടെ പോകുന്നില്ലല്ലോ, എങ്കിലും നീ ഇത് വെച്ചേരെ, ചിലപ്പോ ആവശ്യം വന്നാലോ. അങ്ങനെ അവിടുന്ന് രണ്ടുപേരും കൂടി നേരെ ഒരു ഡാൻസ് പ്രോഗ്രാം നടക്കുന്നിടത്തേക്കാണ് പോകുന്നത്. കുറച്ചു നേരം രണ്ടുപേരും കൂടി അതും കണ്ടിരുന്നു. സമയം കുറെ ആയതും ഇനിയും താമസിക്കേണ്ടെന്ന് കരുതി രണ്ടുപേരും കൂടി തിരികെ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് രണ്ട് പയ്യന്മാര് ബൈക്കിൽ അവിടേക്ക് വരുന്നത് അവർ കാണുന്നത്. വീണയുടെ തന്നെ വീടിനടുത്തുള്ള പയ്യന്മാരായിരുന്നു അത്. പക്ഷേ അവൾക്ക് അവരുമായിട്ട് വലിയ കൂട്ടൊന്നുമില്ല. എങ്കിലും ലിൻഡയ്ക്ക് ചെറിയ പരിചയമുണ്ട്. ആ പരിചയം വെച്ച് ലിൻഡ വീണയുമായിട്ട് ആ പയ്യന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്നു. കാര്യം വേറൊന്നുമല്ല, പറ്റിയ വീട്ടിലേക്ക് ഒരു ലിഫ്റ്റ് കിട്ടിയാലോ. ഈ സമയത്ത് വേറെ വണ്ടികൾ കിട്ടാൻ പാടാണേ. ഹായ് റൂഡി, നിനക്ക് വീണയെ അവളുടെ വീട്ടിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? അതിനെന്താ, ഞാൻ ഡ്രോപ്പ് ചെയ്യാലോ. പക്ഷേ അതിനു മുന്നേ എനിക്കൊരു പാഴ്സൽ കൊടുക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് പോരെ? ആ മതി, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ റൂഡി എന്ന് പറയുന്ന പയ്യന്റെ ബൈക്കിലായി വീണയും ലിൻഡ മറ്റേ പയ്യന്റെ ബൈക്കിലായിട്ട് വീട്ടിലേക്ക് പോകുന്നു. റൂഡിക്ക് ഒരു പാഴ്സൽ കൊടുക്കാനുണ്ടായത് കൊണ്ട് തന്നെ അവര് വേറെ റൂട്ടിലാണ് പോകുന്നത്. എന്നാൽ അവരെല്ലാം അവിടുന്ന് പോയതും വേറൊരുത്തൻ ദൂരെ മാറി നിന്ന് ഇവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വീണ പോയ വഴിയെ തന്നെ പുറകെ അവനും വെച്ച് പിടിച്ചു. വേണമെങ്കിൽ ഞാൻ നിന്നെ ആദ്യം വീട്ടിൽ വിടാം, പാഴ്സൽ പിന്നെ കൊടുത്താലും മതി. ഏയ് അതൊന്നും പ്രശ്നമില്ല, പാഴ്സൽ കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. വീണ അങ്ങനെ പറഞ്ഞതും പിന്നെ റൂഡി എതിർത്തൊന്നും പറഞ്ഞില്ല. മാത്രമല്ല ആളൊരു മാന്യനാണെന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ റൂഡിയെ കാത്തു നിന്ന പയ്യന്റെ അടുത്തേക്ക് വന്നിട്ട് എന്തോ ഒരു പാഴ്സൽ അവന് കൈമാറുന്നു. എന്നാൽ ഇവരുടെ എതിർവശത്തായിട്ട് ഒരു ഗ്യാങ് പയ്യന്മാർ നിന്ന് ഇവർ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുവാണ്. അതിൽ തന്നെ ആ ഗ്യാങ്ങിന്റെ ലീഡർ എന്ന് തോന്നിക്കുന്ന പയ്യനെ കണ്ടതും വീണയ്ക്ക് ശരിക്കും പേടി തോന്നി. അവള് റൂഡിയോട് വേഗം നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അത്ര പന്തിയല്ലെന്ന് തോന്നിയതും അവനും വേഗം അവിടുന്ന് ബൈക്ക് എടുത്ത് പോകുന്നു. എന്നാൽ ആ ഗ്യാങ് മുഴുവനും അവരുടെ പിറകെ വെച്ച് പിടിച്ചിട്ടുണ്ട്. കയ്യിലാണെങ്കിൽ വടി, കത്തി, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അവര് റൂഡിയുടെ ബൈക്കിനടുത്തെത്തിയതും ഒരുത്തൻ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് അവന്റെ തലയ്ക്ക് ഒരൊറ്റയടി. ബൈക്ക് സ്ലിപ്പായിട്ട് രണ്ടുപേരും നിലത്തേക്ക് അങ്ങ് വീണുപോയി. ശേഷം അതിലെ ആ ലീഡർ എന്ന് തോന്നിക്കുന്നവൻ കയ്യിലുണ്ടായിരുന്ന വടി വെച്ച് നിലത്ത് വീണ് കിടക്കുന്ന വീണയുടെ തല നോക്കി ഒരു ഒറ്റ അടിയായിരുന്നു. പക്ഷേ എന്നിട്ടും അമർക്ക് മതിയായില്ല. അവളെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാം ആ രീതിയിലെല്ലാം വേദനിപ്പിച്ചു. മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചഴിച്ചും വയറിലും നെഞ്ചിലും മുഖത്തുമെല്ലാം ചവിട്ടി അരച്ചും അത്രയും ക്രൂരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. റൂഡിയോടും അവരങ്ങനെ തന്നെയാണ് ചെയ്തത്. അവനെയും ഹെൽമെറ്റ് വെച്ച് അടിച്ചും കൂട്ടത്തോടെ ചവിട്ടി അരച്ചും ക്രൂരമായിട്ട് തന്നെ അടിച്ചൊരു പരുവമാക്കി. ഏറ്റവും അവസാനമായിട്ട് അവൻ വീണ്ടും വീണയുടെ തലയ്ക്ക് നോക്കി ആഞ്ഞൊരടിയായിരുന്നു. അതോടെ അവിടെ വെച്ച് തന്നെ അവൾ മരണപ്പെടുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് വീണ മരിച്ചതിന്റെ പിറ്റേ ദിവസം നടക്കുന്ന കാര്യങ്ങളാണ്. വീണ മാത്രമായിരുന്നില്ല മരിച്ചത്, കൂടെ ഉണ്ടായിരുന്ന റൂഡിയെയും അവന്മാര് കൊന്നു കളഞ്ഞിരുന്നു. പോലീസുകാരും പത്രക്കാരും എല്ലാവരും ഉണ്ട് ക്രൈം സീനില്. അന്നേരമാണ് വീണയുടെ അപ്പൂപ്പനും അവളുടെ അച്ഛനും അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അവൾക്ക് എന്തോ ആക്സിഡന്റ് പറ്റിയെന്നറിഞ്ഞ് വന്നതാണ്. ക്ഷമിക്കണം, ആ പെൺകുട്ടി ഇപ്പോൾ ജീവനോടെ ഇല്ല. അല്പം മുന്നേ ബോഡി ഇവിടുന്ന് കൊണ്ടുപോയതേ ഉള്ളൂ. ഇത് കേൾക്കുന്ന ആ അച്ഛന്റെയും അപ്പൂപ്പന്റെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ ഇത് കണ്ടിട്ട് ഒരു ആക്സിഡന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരോ മനഃപൂർവ്വം ചെയ്ത പോലെ ഉണ്ടല്ലോ. അതൊക്കെ അന്വേഷിക്കാൻ ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ ആദ്യം ഹോസ്പിറ്റലിലേക്ക് ചെല്ല്, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ
നോക്കിക്കോളാം. അപ്പൂപ്പൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ പോലീസുകാരൻ അല്പം ഗർവോടെ പറഞ്ഞതും ഒരു വഴക്കിന് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവരെ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് അവിടെ ഒരു റിപ്പോർട്ടർ കൂടി നിൽപ്പുണ്ടായിരുന്നു. ഡാനി എന്നാണ് പേര്. അവനും ഇതെല്ലാം കണ്ടിട്ട് ഒരു ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നില്ല. അയാൾ പറഞ്ഞത് ശരിയാ, ഇത് കണ്ടിട്ട് ഒരു ആക്സിഡന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവര് വന്ന ബൈക്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. തട്ടി വീഴാൻ ഇലക്ട്രിക് പോസ്റ്റോ കല്ലോ അങ്ങനെ ഒന്നുമില്ല. ഒരു ആക്സിഡന്റ് നടന്നതിന്റെ ലക്ഷണങ്ങൾ പോലും ഇല്ല. പിന്നെ എങ്ങനെയായിരിക്കും മരിച്ചിട്ടുണ്ടാവുക? താൻ തന്റെ കാര്യം നോക്കിയാ മതി, കേട്ടല്ലോ. എന്നെ ജോലി പഠിപ്പിക്കാൻ വരല്ലേ. അല്ലേലും നമ്മൾ വാസ്തവം പറയുമ്പോൾ ചില തണ്ടുള്ള പോലീസുകാരുടെ കുഴപ്പമാണല്ലോ അത്. ഇതേ സമയം വീണയുടെ വീട്ടിലായിട്ട് അവളുടെ മരണാന്തര ചടങ്ങുകൾ നടക്കുകയാണ്. അവളുടെ അമ്മയും സഹോദരനും മലേഷ്യയിലായതുകൊണ്ട് തന്നെ ഇതുവരെ ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. ആ വീട്ടിൽ താമസിച്ചിരുന്നത് വീണയുടെ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ അച്ഛനുമായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് തന്റെ ജീവനായ കൊച്ചുമകൾ മരിച്ചത് ആ മുത്തശ്ശിക്ക് സഹിക്കാനായില്ല. ഇന്നലെ രാത്രി പോലും അവൾക്ക് ഇഷ്ടമുള്ള ആഹാരം വെച്ച് അവൾ വരുന്നതും കാത്തിരുന്നതായിരുന്നു. പക്ഷേ ജീവനില്ലാത്ത വെറും പിണമായിട്ട് അവളുടെ വസ്ത്രങ്ങളും കെട്ടിപ്പിടിച്ച് നെഞ്ചു പൊട്ടി കരയുകയാണ് മുത്തശ്ശി. ആ പാവത്തിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളുടെ അലമാര തുറന്നപ്പോൾ അതിലുണ്ടായിരുന്ന അവളുടെ പ്രിയപ്പെട്ട വസ്തുക്കൾ കണ്ടതും ഒന്നുകൂടി സങ്കടം കൂടിയതേയുള്ളൂ. അതിലുണ്ടായിരുന്ന ഹൃദയത്തിന്റെ ഷേപ്പുള്ള ഒരു ബോക്സ് എടുത്ത് മുത്തശ്ശി തുറക്കാൻ നോക്കി. പക്ഷേ എന്തുകൊണ്ടോ അത് വേണ്ടെന്ന് വെച്ചിട്ട് തിരികെ അവിടെ തന്നെ വെക്കുന്നു. ഇതേ സമയമാണെങ്കിൽ അടക്കത്തിന് മുന്നേ വീണയുടെ ബോഡി കുളിപ്പിക്കുന്ന ഒരു ചടങ്ങ് നടക്കുകയാണ്. അവിടേക്ക് മുത്തശ്ശിയും വരുന്നു. ആ മനുഷ്യമൃഗങ്ങൾ എന്ത് ക്രൂരമായിട്ടാണ് ഒരു പെൺകുട്ടിയെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ? അവളുടെ ശരീരം മുഴുവനും കീറി മുറിച്ചു വെച്ചിരിക്കുകയാണ്. തന്റെ കൊച്ചുമകളുടെ ഈ കോലം കണ്ടതും ആ മുത്തശ്ശി തളർന്നു വീഴാൻ പോയി. എങ്കിലും തന്റെ അവസാനത്തെ ആഗ്രഹം എന്നോണം വീണയെ മുത്തശ്ശി തന്നെയാണ് കുളിപ്പിച്ച് റെഡിയാക്കുന്നത്. എന്നാൽ അങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എനിക്ക് വേദനിക്കുന്നു എന്നൊരു ശബ്ദം കേൾക്കുന്നത്. വീണ വിളിച്ചതുപോലെയാണ് മുത്തശ്ശിക്ക് തോന്നിയതും. മോളെന്തെങ്കിലും പറഞ്ഞിരുന്നോ? അതൊക്കെ ആന്റിയുടെ മനസ്സിന്റെ വെറും തോന്നലുകളാ. ഞങ്ങൾ ആരും ഒരു ശബ്ദവും കേട്ടില്ല. കൂടെയുള്ളവർ അങ്ങനെ പറഞ്ഞെങ്കിലും വീണ അങ്ങനെ പറഞ്ഞതുപോലെയാണ് മുത്തശ്ശിക്ക് തോന്നിയത്. അവർ സംശയത്തോടെ അവളെ പുതച്ചിരുന്ന തുണിയൊന്ന് മാറ്റി ശരീരത്തിലേക്ക് നോക്കിയതും ശരിക്കും കിടുങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ മതി. അത്രയും ക്രൂരമായിരുന്നു ആ ശരീരം കാണാൻ. ആ നാറികള് അവളുടെ കൈയൊക്കെ എന്തോ വെച്ച് കുത്തി കിഴിച്ചു വെച്ചേക്കുന്നു. കാലൊക്കെ തിരിച്ചൊടിച്ച് എല്ല് വരെ പുറത്തു വന്നിരിപ്പുണ്ട്. അത്രയും ക്രൂരമായിട്ട് ദ്രോഹിച്ചിരിക്കുന്നു. മാത്രമല്ല ആ ശരീരത്തിലെ ഓരോ മുറിവിലേക്ക് നോക്കിയപ്പോഴും മുത്തശ്ശിക്കൊരു കാര്യം മനസ്സിലായി. വെറും ഒരു മരണമല്ല തന്റെ കൊച്ചുമകളുടെ, അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്തായിരുന്നു അവളെ കൊന്നത്. അത് മനസ്സിലാക്കിയതും മുത്തശ്ശി പൊട്ടി കരഞ്ഞുപോയി. ഇതേ സമയം ആ ക്രൈം സീനിൽ കാണിച്ച റിപ്പോർട്ടറില്ലേ, വീട്ടിലേക്ക് വന്നെങ്കിലും അവന്റെ മനസ്സ് മുഴുവനും വീണയുടെ കാര്യങ്ങളായിരുന്നു. തീർച്ചയായിട്ടും അതൊരു ആക്സിഡന്റ് അല്ല എന്ന് അവൻ ഉറപ്പുണ്ട്. റൂമിലേക്ക് വന്നതും അവൻ വേഗം ചെന്ന് ലാപ്ടോപ്പ് തുറന്ന് വീണയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുന്നു. അതിൽ അവൾ പഠിക്കുന്നതിന്റെയോടൊപ്പം ഈ മോഡലിംഗും റാം വാക്കിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ഒരുപാട് പ്രൈസും കിട്ടിയിട്ടുണ്ട്. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ നല്ല ടാലന്റ് ഉള്ള ഒരു പെൺകുട്ടി. അങ്ങനെ പിറ്റേന്നായതും വീണയുടെ അടക്കത്തിന്റെ ചടങ്ങുകൾ നടക്കുകയാണ്. എല്ലാവരും കൂടി ചേർന്ന് അവൾക്ക് വേണ്ടി കുഴിച്ച കുഴിയിലേക്ക് വീണയുടെ ബോഡി എടുത്തു വെക്കുന്നു. ഇന്തോനേഷ്യയിലേക്ക് ഒരു പ്രത്യേക രീതിയിലല്ലേ ബോഡി പൊതിഞ്ഞു വെക്കുന്നത്. അതിന്റെ കെട്ടെല്ലാം അഴിച്ചിട്ട് മുഖത്ത് നിന്നും തുണി മാറ്റി വെക്കുന്നു. ശേഷം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ആ ബോഡി കുഴിയുടെ ഒരു സൈഡിലേക്ക് ചരിച്ചു വെച്ചുകൊണ്ട് പലകയെല്ലാം അടിച്ച് ഏറ്റവും അവസാനമായിട്ട് ആ കുഴി മണ്ണിട്ട് മൂടുന്നു. വീണയുടെ കൂട്ടുകാരിയില്ലേ ലിൻഡ, ഈ ചടങ്ങുകൾക്കൊന്നും അവൾ പങ്കെടുത്തിട്ടില്ലായിരുന്നു. നീ എന്താ ചടങ്ങിന് വരാഞ്ഞത്? എല്ലാവരും നിന്നെ തിരക്കുന്നുണ്ടായിരുന്നു. വീണയുടെ മറ്റൊരു കൂട്ടുകാരി നൂറ് ചെന്ന് അവളോട് ചോദിക്കുന്നു. എനിക്ക് പറ്റില്ലായിരുന്നു, എന്റെ മനസ്സ് മുഴുവൻ കുറ്റബോധമാ. ഞാനാ റൂഡിയുടെ കൂടെ അവളെ പറഞ്ഞു വിട്ടത്. ഇതിൽ നിന്റെ തെറ്റൊന്നുമില്ല ലിൻഡ, അത് അവളുടെ വിധിയാണ്. അല്ല, ഇതൊരു വിധിയല്ല. ഈ ആക്സിഡന്റ് വെറും ഒരു ആക്സിഡന്റ് അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ എന്തോ നടന്നിട്ടുണ്ട്. ലിൻഡയ്ക്കായാലും വീണയുടെ മുത്തശ്ശിക്കായാലും ഡാനിക്കായാലും എല്ലാം ഒരേ സംശയം തന്നെയാണ്. വീണയ്ക്ക് നടന്നത് വെറും ഒരു ആക്സിഡന്റ് അല്ല, വേറെ എന്തോ ഒന്നുകൂടി നടന്നിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് അടങ്ങുന്ന വാശിയോടെ ഡാനി നേരെ ചെല്ലുന്നത് വീണ മുടി വെട്ടാനായിട്ട് പോയൊരു സലൂണില്ലേ, അവിടേക്കായിരുന്നു. സ്കൂളിൽ വെച്ച് ആരോ അവളുടെ മുടിയിലായിട്ട് ചുവിങ്കം തേച്ചു കൊടുത്തു. ആ മുടി വെട്ടിമാറ്റാനാണ് അവൾ ഇവിടെ വന്നത്. ലിൻഡയ്ക്ക് അവരുടെ സ്കൂളിലെ മോട്ടോർ സൈക്കിൾ ഗ്യാങ്ങുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എനിക്കോ എന്റെ കുടുംബത്തിനുള്ളവർക്കോ എന്റെ മോൾക്കോ ഒന്നും ഈ മോട്ടോർ സൈക്കിൾ ഗ്യാങ്ങിനെ കണ്ടുകൂടാ. അല്ല, നിങ്ങൾ എന്താ അങ്ങനെ ചോദിച്ചത്? അത് പിന്നെ ഈ ഇടയ്ക്ക് അങ്ങനെയുള്ള കുറെ ഗ്രൂപ്പ്സിന്റെ ശല്യം കൂടി വരുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. മനസ്സിലായി. നിനക്കൊരു കാര്യം അറിയോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് 7 ദിവസം ഈ ഭൂമിയിൽ കാണും. ആ 7 ദിവസത്തില് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തീർക്കാം. അതിപ്പോ ആരോടെങ്കിലും പ്രതികാരം ചെയ്യാനാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നേടാനാണെങ്കിലും എല്ലാത്തിനും 7 ദിവസം അവർക്ക് സമയമുണ്ട്. ഈ 7
ദിവസത്തിനുള്ളിൽ തന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് ആത്മാവ് തിരികെ പോവുകയും ചെയ്യും. ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാ, വീണയ്ക്കും അങ്ങനെ 7 ദിവസമുണ്ട്. അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലോ ഈ 7 ദിവസത്തിനുള്ളിൽ ചെയ്യാനാകും. ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയാണ്. ഇതേ സമയം ലിൻഡയാണെങ്കിൽ ആകെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ആഹാരം പോലും കഴിക്കുന്നില്ല. അവളുടെ കയ്യിലായിട്ട് ഒരു ബാൻഡ് ഇരിപ്പുണ്ടായിരുന്നു. അത് കണ്ടതും അവൾക്ക് പഴയ ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നു. എന്താന്ന് വെച്ചാൽ, വീണയും ലിൻഡയും കൂടി സ്കൂളിലെ ക്യാൻറ്റീനിൽ ഇരിക്കുന്ന സമയം അവരുടെ കൂടെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു. ഒരു തലതെറിച്ച ഗ്യാങ് ഉണ്ട്, ഡൂം റൈഡേഴ്സ്. അവന്റെ ബാഗിലായിട്ട് ആ തലതെറിച്ച ഗ്യാങ്ങിന്റെ എംബ്ലവും പേരുമെല്ലാം എഴുതിയിരിക്കുന്നു. നീ അവരുടെ ഗ്യാങ്ങിന് ചേർന്നോ? ഇതല്ലാതെ വേറെ വഴിയില്ല. അവന്മാരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഗ്യാങ്ങിൽ കയറിയതാണ്. അതുകൊണ്ടെന്താ ഇപ്പൊ സമാധാനമുണ്ട്. ആ സംഭവം നടന്നതിന്റെ അന്ന് രാത്രിയിൽ വീണ ഒരു കാര്യം മുത്തശ്ശിയോട് ചോദിക്കുന്നു. മുത്തശ്ശി, ഒരാളെ നമ്മൾ ശല്യം ചെയ്താല് അവർക്ക് എങ്ങനെ നമ്മൾ മറുപടി കൊടുക്കേണ്ടത്? നമ്മൾ ആരെയും കണ്ട് പേടിക്കാൻ പാടില്ല. നമ്മളെ ആര് ശല്യം ചെയ്യാൻ വന്നാലും അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുക്കണം. പക്ഷേ എതിരെ നിൽക്കുന്നത് ഒരു പയ്യനാണെങ്കിലോ? ഒരു പെൺകുട്ടിയായ ഞാൻ എങ്ങനെ അവൻ എതിർക്കുന്നത്? അങ്ങനെയുള്ളവന്മാരെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം. എന്നിട്ട് നാട്ടുകാരുടെ മുന്നിലിട്ട് ഒറ്റ അടി കൊടുത്താൽ മതി. പിന്നെ അവനൊന്നും ഈ ജന്മത്തിൽ നമ്മൾ ശല്യം ചെയ്യാൻ വരില്ല. മുത്തശ്ശി അവക്ക് നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം കണ്ടതും മുത്തശ്ശി പെട്ടെന്നൊരു സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. മനസ്സ് നിറയെ വീണയാണ്. കിടന്നിട്ട് ഉറക്കം വരാതെ അവര് നേരെ മുത്തശ്ശന്റെ അടുത്തേക്കാണ് വരുന്നതും. ഈ ചടങ്ങുകളൊക്കെ 7 ദിവസം വരെ ഉണ്ടായത് കൊണ്ട് തന്നെ വീട്ടിൽ നിറച്ച ആൾക്കാരുണ്ട്. മുത്തശ്ശന്റെ അടുത്തേക്ക് വന്നിട്ട് മുത്തശ്ശി തനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നു. വീണമോളെ അടക്കുന്നതിന് മുന്നേ ഞാൻ അവളെ കുളിപ്പിച്ചിരുന്നു. അപ്പോ കുഞ്ഞിന്റെ ദേഹം മുഴുവനും മുറിവുകളായിരുന്നു. അവളുടെ കൈയും കാലും ഒക്കെ തല്ലി ഒടിച്ചിട്ട് എല്ലൊക്കെ പുറത്തു വന്ന് ശരീരം മുഴുവനും കീറി മുറിച്ച് വെച്ചേക്കുമായിരുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞിന് സംഭവിച്ചത് വെറൊരു ആക്സിഡന്റ് മാത്രമല്ല, ആരൊക്കെയോ അവളെ റേപ്പ് ചെയ്തിട്ടുണ്ട്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. പോലീസ് പറഞ്ഞില്ലേ ആക്സിഡന്റ് ആണെന്ന്, അല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല. മുത്തശ്ശൻ ഒരു വിധത്തില് മുത്തശ്ശിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അകത്തേക്ക് വിടുന്നു. എന്നാൽ മുത്തശ്ശി തിരികെ തന്റെ റൂമിലേക്ക് നടക്കുമ്പോഴാണ് വീണയുടെ മുറിയിൽ നിന്നും ആരോ കരയുന്നത് പോലൊരു ശബ്ദം. എന്താണെന്ന് നോക്കാൻ വേണ്ടി അകത്തേക്ക് കയറിയതും നേരത്തെ അവളുടെ അലമാരയിൽ നിന്നും ഒരു ചുവന്ന ബോക്സ് എടുത്ത് മുത്തശ്ശി തുറക്കാൻ നോക്കിയില്ലേ? ആ ബോക്സ് ഇപ്പോൾ ബെഡിലായിട്ട് തുറന്നു കിടക്കുന്നു. സംശയത്തോടെ മുത്തശ്ശി വന്ന് അതെടുത്ത് നോക്കിയതും അതിലുണ്ടായിരുന്നത് ലിൻഡയും വീണ നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. പിന്നെ അന്ന് സലൂണിൽ വെച്ച് അവള് കുറച്ച് മുടി മുറിച്ച് മാറ്റിയില്ലേ, ആ മുടി ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടതും മുത്തശ്ശിയുടെ സങ്കടം ഒന്നുകൂടി കൂടിയതേയുള്ളൂ. അവരതെല്ലാം തിരികെ ബോക്സിനകത്തേക്ക് വെച്ചുകൊണ്ട് അലമാരയിൽ വെക്കാനായിട്ട് അതിനടുത്തേക്ക് വന്നപ്പോഴാണ് ദേ വീണ്ടും കരയുന്നത് പോലൊരു ശബ്ദം. അലമാരയ്ക്കുള്ളിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. മുത്തശ്ശി സംശയത്തോടെ അലമാരയുടെ കതവ് തുറന്നതും കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീണയുടെ ആത്മാവിനെയാണ് കാണുന്നത്. അവര് വേഗം പിടിച്ച് അലമാരയുടെ ഡോർ അടച്ചു കളഞ്ഞു. പക്ഷേ പിന്നീട് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല താനും. അങ്ങനെ പിറ്റേന്ന് വീണ മരിച്ചിട്ട് 3ാമത്തെ ദിവസമാണ്. മുത്തശ്ശിയും വീണയുടെ അനിയത്തിയും കൂടി പോലീസ് സ്റ്റേഷനിൽ വന്ന് അവളുടെ ബാഗും മറ്റുമെല്ലാം കൈപ്പറ്റുന്നു. അപകടം നടന്ന സ്ഥലത്ത് നിന്നും പോലീസിന് കിട്ടിയതാണ്. അതിനകത്തായിട്ട് അവളുടെ ഫോണും പിന്നെ അന്ന് സലൂണിൽ വെച്ച് മുറിച്ചെടുത്ത ആ മുടിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ടതും മുത്തശ്ശി എന്ന് ഞെട്ടി. കാരണം ഈ മുടിയല്ലേ അന്ന് ബോക്സിൽ ഇരിക്കുന്നത് കണ്ടത്. പിന്നെ എങ്ങനെ അത് ബാഗിനകത്ത് വന്നു? അന്നേരമാണ് അവരുടെ അടുത്തേക്ക് ഡാനിയും കൂടി വരുന്നത്. ഹലോ, എന്റെ പേര് ഡാനി. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അതും പറഞ്ഞ് അവനൊരു കാർഡ് എടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. ആ കാർഡിലെ പേര് കണ്ടപ്പോഴേ പെൺകുട്ടിക്ക് ആളെ മനസ്സിലായി. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രേതകഥ പറയുന്ന ആളല്ലേ? ഏയ്, അതങ്ങനല്ല. എന്റെ കൊച്ചുമോള് പ്രേതമാണെന്നാണോ നീ പറയുന്നത്? അവളെ വെച്ച് ഒരു പ്രേതകഥ ഉണ്ടാക്കി നിനക്ക് പൈസ ഉണ്ടാക്കണം അല്ലേ? അതും പറഞ്ഞ് മുത്തശ്ശി അവനോട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. ഡാനിയെ ഒന്ന് ദഹിപ്പിച്ച് നോക്കിയ ശേഷം അയാൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നു. സോറി, നിങ്ങൾക്കിപ്പോ ഈ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കേസ് ഇനിയും നടക്കുമല്ലേ? അത് തീരാതെ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇതേ സമയം ലിൻഡ വീണയെ ആലോചിച്ച് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കിടന്ന് അവൾ അറിയാതെ അങ്ങ് മയങ്ങിപ്പോയി. എന്നാൽ ഇടയ്ക്ക് വെച്ച് ഉറക്കം ഞെട്ടി എഴുന്നേറ്റതും അവൾ ഇപ്പോൾ ഉണ്ടായിരുന്നത് അവളുടെ റൂമിലായിരുന്നില്ല, വേറെ ഏതോ ഒരു സ്ഥലം. മാത്രമല്ല അവളുടെ കൈയും കാലുമെല്ലാം മണ്ണിനടിയിൽ നിന്നും എന്തോ പ്രേതങ്ങളുടെ കൈ പോലെ വന്ന് പിടിച്ചു വെച്ചേക്കുവാണ്. അത് കണ്ടതും അവളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു കിടന്ന് നില വിളിച്ച് കരയാൻ തുടങ്ങി. എന്നാൽ അപ്പോഴാണ് മുന്നിലുള്ള കരിമ്പിൻ തോട്ടത്തിൽ നിന്നും നമ്മുടെ വീണയുടെ ആത്മാവ് അവളുടെ അടുത്തേക്ക് വരുന്നത്. വീണ, എന്നെ രക്ഷിക്കു വീണ, എന്നെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് അവൾ അലറി കരയുകയാണ്. എന്നാൽ വീണയുടെ ആത്മാവ് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് കൈവച്ച് ലിൻഡയുടെ വാ വലിച്ചു കയറി അവളുടെ ഉള്ളിലേക്ക് കയറുന്നു. പക്ഷെ ഇതെല്ലാം ലിൻഡ കണ്ട ഒരു സ്വപ്നമായിരുന്നു കേട്ടോ. ഉറക്കം ഞെട്ടി എഴുന്നേറ്റതും അവൾ കാണുന്നത് തന്നെയും കാത്തു വന്നിരിക്കുന്ന ഡാനിയാണ്. അത് പിന്നെ ലിൻഡ, എനിക്ക് വീണയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണമായിരുന്നു. നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അത് ഡൂം റൈഡേഴ്സ്, ആ ഗ്യാങ്ങിലെ പിള്ളേരുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന്റെ ലീഡർ ഒരുത്തുന്നുണ്ട്.
പേര് ടോണി. നമ്മുടെ ലീനയെ വടി കൊണ്ട് തലക്കടിച്ച അതേ പരനാറി. അവൻ അവന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിക്കാനായിട്ട് മിക്ക ദിവസവും വീണയുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. എന്നാൽ വീണ ആ സ്കൂളിൽ പഠിക്കാൻ വന്നിടം തൊട്ട് അവന്റെ ശ്രദ്ധ അവളിലേക്കായി. ഒരിക്കൽ അവൾക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്തിരുന്നു. അവന്റെ ശരിക്കുള്ള സ്വഭാവം അന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ടോണി വീണയോട് സംസാരിക്കുന്നതും അവൾക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നതുമെല്ലാം അവന്റെ ഗേൾ ഫ്രണ്ട് കാണുന്നുണ്ടായിരുന്നു. അതിന്റെ ദേഷ്യത്തിന് പിറ്റേന്ന് സ്കൂളിൽ വെച്ച് അവരെല്ലാവരും കൂടി വീണയുടെ മുടിയിലായിട്ട് ചുവങ്ങ ഒട്ടിച്ചു വിട്ടു. മൂവിയുടെ തുടക്കത്തില് അവള് മുടി മുറിച്ച് കളയുന്നത് കാണിച്ചില്ലേ, അത് ഈ കാരണം കൊണ്ടായിരുന്നു. അതിന് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു കോഫി ഷോപ്പിൽ വെച്ച് അവര് വീണ്ടും കണ്ടുമുട്ടി. അവിടെയും തന്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അവൻ വീണയെ ശല്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അന്ന് അവൾ അവനോട് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവുകയും ചെയ്തതാണ്. പിന്നീട് ഒരിക്കൽ മാളിൽ വെച്ചും അവൾക്ക് പ്രശ്നമുണ്ടായി. അന്നവിടെ വീണയുടെ റാംവാക്ക് നടക്കുകയായിരുന്നു. അതില് ഫസ്റ്റ് കിട്ടിയത് അവൾക്കാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവന്മാരുണ്ടായിരുന്നു അവിടെ. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വീണ റെസ്റ്റ് റൂമിലേക്ക് പോയതും പിറകെ ആ ടോണിയും ചെല്ലുന്നു. നീ എന്താ ഇതിനകത്ത്? ഇത് ഗേൾസിന്റെ ടോയ്ലറ്റാ. നിന്നെ എനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്ക് അറിയാവോ? എനിക്കൊന്നും കേൾക്കണ്ട, നീ വേഗം പുറത്തു പോകാൻ നോക്ക്. എന്നാൽ അവനാണെങ്കിൽ അവളെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. വീണ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ നോക്കിയെങ്കിലും അവൻ അവളെ വിടാതെ പിടിച്ചു വെക്കുന്നു. വേറെ ആരെ അകത്തേക്ക് കടത്തിവിടാതെ അവന്റെ കൂട്ടുകാരെല്ലാം പുറത്ത് കാവൽ നിൽപ്പുണ്ട്. ഒരു ഘട്ടത്തിൽ കൂട്ടുകാരുടെ എല്ലാം മുന്നിൽ വെച്ച് അവൻ അവളെ കിസ് ചെയ്യാനായിട്ട് വന്നതും വീണ അവന്റെ മുഖത്തേക്ക് കാർക്കിച്ചങ്ങ് തുപ്പിക്കൊടുത്തു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആയതുകൊണ്ട് തന്നെ അവൻ അത് വലിയൊരു അപമാനം തന്നെയായിരുന്നു. ലിൻഡ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ടതും ഡാനി വീട്ടിൽ വന്നിട്ട് ഇത് വെച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കി. കൂടെ ആ ടോണിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലൊക്കെ തുറന്നു നോക്കി. അവന്റെ ഫോട്ടോസും അവന്റെ ഗ്യാങ്ങിന്റെ ഫോട്ടോസും എല്ലാം നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ആ ടോണിയുടെ വീടാണ്. അവന്റെ അച്ഛൻ ഒരു പോലീസുകാരൻ കൂടിയായിരുന്നു. കൂടാതെ ഇഷ്ടം പോലെ കാശും. ഇതിന്റെ കുത്തിക്കിഴപ്പായിരുന്നു ആ പരനാറ് കാണിച്ചുകൊണ്ടിരുന്നതും. മാത്രമല്ല വീണയുടെ കേസിലെ ടോണിക്ക് പങ്കുണ്ടെന്ന് അവന്റെ അച്ഛനും അറിയാം. അതുകൊണ്ട് തന്നെ അവനെ എത്രയും പെട്ടെന്ന് നാട് കടത്താനുള്ള പുറപ്പാടിലാണ്. ആദ്യം പോകില്ലെന്ന് പറഞ്ഞ് അവൻ ഒടുക്കത്തെ ബഹളം. ജീവിതകാലം മുഴുവനും നീ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം ഞാൻ കണ്ണടച്ചു നിൽക്കുന്നു നീ കരുതരുത്. പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയും പറഞ്ഞ് അയാൾ ദേഷ്യപ്പെട്ടതും അവന് പോകാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ എല്ലാവരും റൂമിൽ നിന്ന് പോയതും അവൻ ഉറങ്ങാനായിട്ട് ബെഡിലേക്ക് കിടക്കുന്നു. അപ്പോഴാണ് ആരോ എന്തോ കടിച്ചു പൊട്ടിക്കുന്നത് പോലൊരു ശബ്ദം. തുടക്കത്തില് വീണ ഒരു ഐസ് ക്യൂബ് വായിലിട്ട് കടിച്ചു പൊട്ടിച്ചു തിന്നില്ലേ, അതേ ശബ്ദം. സംശയത്തോടെ അവൻ ബെഡിൽ നിന്ന് താഴേക്കിറങ്ങിയതും തറയൊക്കെ നനഞ്ഞു കിടക്കുന്നു. അവൻ ബെഡിന് കീഴിലേക്ക് കുനിഞ്ഞു നോക്കിയതും അവിടുന്ന് ഒരു ഐസ് ക്യൂബ് കിട്ടുന്നു. ഇത്രയും നേരം ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അവൻ സംശയത്തോടെ ഐസ് ക്യൂബ് കളയാനായിട്ട് ബാത്റൂമിലേക്ക് കയറിയപ്പോൾ ദേ ബാത്റൂമിന്റെ തറ നിറച്ച് ഐസ് ക്യൂബ് ചെതറി കിടക്കുന്നു. തറയിൽ മാത്രമല്ല ബാത്ടബ് മുഴുവനും ഐസ് നിറച്ചിട്ടേക്കുവാണ്. എന്നാൽ പെട്ടെന്നാണ് അതിനുള്ളിൽ നിന്നും നമ്മുടെ വീണയുടെ ആത്മാവ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അവളെ കാണുമ്പോഴുള്ള ഇവന്റെ അവസ്ഥ ഊഹിക്കാലോ. അവൻ പേടിച്ചോടാൻ നോക്കിയതും പിറകിൽ കൂടി വന്ന വീണ അവന്റെ തലയിൽ പിടിച്ച് കഥകിലേക്ക് ഒരു ഒറ്റയടി. വീണ വീണ എന്നെ ഒന്ന് ചെയ്യല്ലേ വീണ, പ്ലീസ് വീണ എന്നും പറഞ്ഞ് അവളെ നോക്കി കെഞ്ചി കരയുകയാണ് അവൻ. എന്നാൽ അവളാണെങ്കിൽ അതിനൊരു ചവിട്ടും കൂടി എക്സ്ട്രാ അങ്ങ് കൊടുത്തതേയുള്ളൂ. ശേഷം അന്ന് മാളിൽ വെച്ച് ഇവന്റെ മുഖത്തേക്ക് അവൾ കാർക്കിച്ചു തുപ്പിയില്ലേ, അതുപോലെ ഇപ്പോഴും അവന്റെ മുഖത്തേക്ക് അവൾ രക്തം തുപ്പി ഒഴിക്കുന്നു. അവനാണെങ്കിൽ പേടിച്ചിട്ട് പുറത്തേക്കൂടി ബാൽക്കണിയിൽ നിന്ന് എടുത്തു ചാടാൻ പോയതും കൃത്യസമയത്ത് അവന്റെ അച്ഛൻ വന്ന് പിടിച്ചതുകൊണ്ട് ചത്തില്ല. എന്താ മോനെ, എന്തു പറ്റി? അത് വീണ വീണ ഏയ് ഒന്നുമില്ല, അതൊക്കെ മോന് വെറുതെ തോന്നുന്നതാ എന്നും പറഞ്ഞ് അവന്റെ അച്ഛനും അമ്മയും അവൻ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ഇന്നേക്ക് വീണ മരിച്ചിട്ട് 4ാമത്തെ ദിവസമാണ്. രാവിലെ മുതല് ഡാനി സകല കടകളും കയറി ഇറങ്ങി ഡൂം റൈഡേഴ്സിനെ പറ്റി അന്വേഷിക്കുകയാണ്. നീ ആ ഡൂം റൈഡേഴ്സിനെ പറ്റിയാണ് ചോദിക്കുന്നത്? ദേ ആ സ്കൂളിന്റെ അടുത്തുള്ള ഷെഡിൽ അവന്മാരുടെ താവളം. അയാള് പറഞ്ഞതും ഡാനി അങ്ങോട്ടേക്ക് പോകാനുള്ള റൂട്ടൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. ഇതേ സമയം ലിൻഡിയാണെങ്കിൽ മാളിൽ വെച്ച് വീണ അവൾക്ക് ഒരു കുഞ്ഞു ലെറ്റർ കൊടുത്തില്ലേ, അത് തുറന്നു നോക്കുന്നു. എനിക്ക് പേടി തോന്നുന്നു ലിൻഡ, നമ്മൾ തമ്മിൽ പിരിയുമെന്നും ഞാൻ മരിച്ചു പോകുമെന്നൊക്കെ പേടി തോന്നുവാ. നീയും മുത്തശ്ശിയും പറഞ്ഞത് ആരെങ്കിലും നമ്മളെ ശല്യം ചെയ്താൽ അവർക്കെതിരെ എതിർത്ത് നിൽക്കണമെന്നല്ലേ. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലൊന്നും എതിർക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഞാൻ ശരിക്കും തകർന്നുപോയി. ആ ലെറ്റർ അങ്ങോട്ട് വായിച്ചതും ലിൻഡി ഉറക്കെ പൊട്ടി പൊട്ടി കരയുന്നു. അതിന് പിറകെ വലിയ വായിലുള്ള അവളുടെ നിലവിളി കേട്ടതും അവളുടെ അമ്മയും ആന്റിയും കൂടി വെപ്രാളത്തോടെ റൂമിലേക്ക് ഓടി വന്ന് നോക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലിൻഡിയുടെ ശരീരത്തിനുള്ളിലേക്ക് വീണയുടെ ആത്മാവ് വന്ന് കയറിയിരിക്കുകയാണ്. അവളുടെ ആ കോലം കണ്ടതും രണ്ടുപേരും പേടിച്ചുപോയി. അവർ രണ്ടുപേരും കൂടി പിടിച്ചിട്ട് പോലും അവളെ അടക്കി നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും ഭീകരമായ ഒരു അവസ്ഥയിലായിരുന്നു അവൾ. ഇതേ സമയം ഡാനിയിൽ അയാള് പറഞ്ഞ വഴിയിൽ ഇപ്പോൾ ആ റൈഡർ ഗ്യാങ്ങിന്റെ താവളത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഈ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഈ സ്ഥലം മനസ്സിലായോ? നേരത്തെ ലിൻഡ ഒരു സ്വപ്നം കണ്ടില്ലേ, വീണയുടെ ആത്മാവ് വരുന്നതായും അവളെ പിടിച്ചതായും ഒക്കെ. അന്ന് അവള് സ്വപ്നത്തിൽ കണ്ട അതേ സ്ഥലമാണ് ഇതും. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ സ്ഥലം ഒട്ടും ശരിയല്ലെന്ന് അവന് തോന്നി. അവിടെ കിടക്കുന്ന സോഫയിലും തറയിലൊക്കെ ആയിട്ട് എന്തോ രക്തക്കറ പോലെ. ഇതേ സമയം ഇവിടെ വീണയുടെ വീട്ടിലേക്ക് ഒരു പയ്യൻ
ഓടി വരുന്നു. ആരാന്ന് വെച്ചാ അത് ലിൻഡയുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു പയ്യനാണ്. നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് ലിൻഡയുടെ വീട്ടിലേക്ക് വരണം. അവിടെ ലിൻഡയുടെ ദേഹത്ത് വീണയുടെ ആത്മാവ് കയറിയിരിക്കുക. വീണയ്ക്ക് നിങ്ങളോട് മാത്രമായിട്ട് എന്തോ പറയാനുണ്ടെന്ന്. അത് കേട്ടതും എല്ലാവരും അപ്പോൾ തന്നെ ലിൻഡയുടെ വീട്ടിലേക്ക് പോകുന്നു. അവരവിടെ ചെല്ലുമ്പോൾ കാണുന്നത് വേദന കൊണ്ട് ബെഡിൽ കിടന്ന് പുളയുന്ന ലിൻഡയാണ്. പക്ഷേ അവളുടെ ഉള്ളിലായിട്ട് ലിൻഡയല്ലല്ലോ, വീണയല്ലേ. തന്റെ അച്ഛനെയും മുത്തശ്ശിയൊക്കെ കണ്ടതും അവള് വീണ്ടും വലിയ വായില് കരയാൻ തുടങ്ങി. മോള് കരയണ്ട, മുത്തശ്ശിയുണ്ടല്ലോ, മോക്ക് ഞങ്ങൾ കുറച്ച് വെള്ളം തരട്ടെ. അതും പറഞ്ഞ് അവൾക്ക് വെള്ളം കൊടുക്കാൻ നോക്കിയതും വീണ അത് കുടിക്കാൻ തയ്യാറാവുന്നില്ല. പിന്നീടാണ് അന്ന് തനിക്ക് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അവൾ എല്ലാവരോടും പറയുന്നത്. ആ കാര്യങ്ങളെല്ലാം അവളുടെ അനിയത്തെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഞാൻ ആക്സിഡന്റിൽ മരിച്ചതല്ല. അവര് ഞങ്ങളുടെ ബൈക്കിന് പിറകെ വന്ന് എന്റെ റൂഡിയുടെ തലക്കടിച്ച് വീഴ്ത്തി. എന്നിട്ട് എന്റെ കൈയൊക്കെ അടിച്ചൊടിച്ചു. ഞങ്ങളെ രണ്ടുപേരെയും അവർ ഒരുപാട് അടിച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ട് മതിവരാതെ അവന്മാര് വീണയുടെ തല പിടിച്ച് മോട്ടോർ സൈക്കിൾ ആഞ്ഞിടിച്ചതും അവളുടെ ബോധം പോയി. എന്നിട്ടും ആ നാറുകൾ നിർത്തിയില്ല. വീണയും റൂഡിയും കൂട്ടി അവന്മാര് നേരെ ഒരു ഷെഡിലേക്കാണ് പോകുന്നത്. നേരത്തെ ഡാനി വന്ന് നോക്കിയ അതേ ഷെഡ്. വീണയെ അവിടേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നിട്ട് ഒരു ബെൽറ്റ് വെച്ച് അവളുടെ കണ്ണ് നല്ല രീതിയിൽ മുറുക്കി കെട്ടുന്നു. ശേഷം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ആ രാക്ഷസൻ അവളെ റേപ്പ് ചെയ്യുന്നു. ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുന്നു. ശേഷം അവളുടെ കണ്ണിലെ കെട്ടഴിച്ചിട്ട് ബാക്കിയുണ്ടായിരുന്ന അവന്റെ കൂട്ടുകാരന്മാരെല്ലാം അവളോട് ഇതേ ക്രൂരത തന്നെ വീണ്ടും ചെയ്യുന്നു. തന്റെ കണ്ണിന് മുന്നിൽ നടക്കുന്ന ഈ കാഴ്ച കണ്ടതും ആ അവസ്ഥയിലും റൂഡി അവളെ സഹായിക്കാനാണ് നോക്കിയത്. എന്നാൽ ആ മനുഷ്യമൃഗങ്ങൾ അവനെ അവിടെ വെച്ച് തന്നെ ചവിട്ടിക്കൂട്ടി. ശേഷം അവനെ നിർബന്ധിപ്പിച്ച് കാണിച്ചുകൊണ്ട് തന്നെ അവളോട് വീണ്ടും അതേ ക്രൂരത തന്നെ ചെയ്യുന്നു. എന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും ആ രാക്ഷസന്മാർ നിർത്തിയില്ല. വീണയെ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് തറയിലേക്ക് ഇട്ട ശേഷം അവളെ വീണ്ടും ഉപദ്രവിക്കുന്നു. ശേഷം അവളുടെ കാലിൽ കൂടി ബൈക്ക് കയറ്റി ഇറക്കാൻ തുടങ്ങി. അതും ഒരാളല്ല, അവന്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന സകലവന്മാരും വീണയുടെ ശരീരത്തിൽ കൂടി ബൈക്ക് കയറ്റി ഇറക്കി രസിക്കുന്നു. വേദന കൊണ്ട് അവള് പിടഞ്ഞു നിലവിളിക്കുമ്പോൾ അതെല്ലാം അവന്മാർക്ക് വെറും തമാശ. അവസാനം ആ വേദന സഹിക്കാൻ വയ്യാതെയാണ് അവള് പിടഞ്ഞു മരിക്കുന്നതും. ഇത്രയെല്ലാം ക്രൂരത കാണിച്ച ശേഷം അവര് റോഡിയെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ ജീവിച്ചിരിക്കുന്നത് അവർക്ക് പാരയായതുകൊണ്ട് തന്നെ ഒരു വലിയ കല്ല് വെച്ച് അവന്റെ തലക്കടിച്ച് അവനെ കൊന്നുകളയുന്നു. ശേഷം 2 ബോഡികൾ എടുത്തുകൊണ്ട് വന്ന് അവരുടെ ബൈക്ക് മറിഞ്ഞു വീണ ആ സ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അവിടെ നിന്നാണ് പിറ്റേന്ന് പോലീസുകാരുടെ ബോഡി കണ്ടെത്തുന്നതും. തനിക്ക് നേരിടേണ്ടി വന്ന ഈ ക്രൂരതകൾ പറഞ്ഞുകൊണ്ട് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് വീണ പൊട്ടിക്കരയുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളാണെന്ന് കൂടി ഓർക്കണം. ശരിക്കും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അനുഭവിച്ച ക്രൂരത വിടില്ല. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല, എല്ലാത്തിനെയും ഞാൻ കൊല്ലും. അതിലെ ആ ടോണി, അവൻ ഒരു പോലീസുകാരന്റെ മകനാ. അവന്റെ അച്ഛന്റെ അധികാരം വെച്ച് അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കും. കൊല്ലും ഞാൻ അവനെ. അതും പറഞ്ഞ് വീണ വയലന്റ് ആകാൻ തുടങ്ങിയതും അവളുടെ മുത്തശ്ശി അവളെ സമാധാനിപ്പിക്കുന്നു. മോളെ, ഇത് ലിൻഡയുടെ ശരീരമല്ലേ? അവളുടെ ശരീരം നല്ലതുപോലെ തണുക്കുന്നുണ്ട്. അവൾ എങ്ങനെ ദ്രോഹിക്കാതെ? പക്ഷേ അവളെന്താ അവസാനമായിട്ട് എന്നെ കാണാൻ വരാഞ്ഞത്? എല്ലാവരും വന്നിട്ടും അവള് മാത്രം എന്നെ കാണാൻ വന്നില്ല. അന്ന് വീണയുടെ ബോഡി അടക്കുന്ന സമയത്ത് ലിൻഡ വന്നില്ലായിരുന്നല്ലോ. അതിനെ പറ്റിയാണ് അവൾ പറയുന്നതും. അവൾ മനഃപൂർവ്വം വരാഞ്ഞതല്ല മോളെ. അവൾ കാരണമാണ് മോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ള കുറ്റബോധം കാരണം അവൾ വരാഞ്ഞത്. ഇപ്പോ മോൾ അവളുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോ, ഇല്ലെങ്കിൽ ലിൻഡയ്ക്ക് അത് ആപത്താണ്. മുത്തശ്ശി അങ്ങനെ പറഞ്ഞതും തന്റെ കൂട്ടുകാരിയെ അത്ര ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ വീണയെ അധികം താമസിക്കാതെ ലിൻഡയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതും വീണ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അവളുടെ അനിയത്തി ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നല്ലോ, അത് മുഴുവനും അവൾ ഡാനിക്ക് അയച്ചു കൊടുക്കുന്നു. അന്ന് തന്നെ ഡാനി ആ റെക്കോർഡ് മുഴുവനും തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ പബ്ലിഷ് ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ മുതൽ നാട്ടിലെ പ്രധാന ചർച്ചാ വിഷയം അതായിരുന്നു. വീണയുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായാലും ടീച്ചേഴ്സ് ആയാലും നാട്ടുകാരായാലും കേൾക്കുന്നവർക്കാർക്കും ഈ കാര്യങ്ങളൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേന്നായതും വീണയുടെ കുടുംബം മുഴുവനും പരാതി കൊടുക്കാൻ വേണ്ടി സ്റ്റേഷനിൽ വരുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അത് സത്യമാണെന്ന് സ്ഥാപിക്കാൻ നമ്മളുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. ഒരു ആത്മാവ് വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ റെക്കോർഡിംഗ്സ് കാണിച്ചാൽ അത് കോടതിയോ നിയമമോ വിലക്കെടുക്കില്ല. പക്ഷേ വീണ ജീവിച്ചിരുന്ന സമയത്തായിരുന്നു അവൾ ഇങ്ങനെ ഒരു മൊഴി പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് തെളിവായിട്ട് എടുക്കാൻ പറ്റിയേനെ. പക്ഷേ ഒരു ആത്മാവ് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാ അതൊക്കെ എങ്ങനെ വിശ്വസിക്കാനാ? നമുക്ക് വേണ്ടത് തെളിവാണ്. അതിന് വീണ ഒറിജിനലായിട്ട് റേപ്പിന് ഇരയായിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടി അവളുടെ ബോഡി വീണ്ടും കുഴിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് തെളിയിക്കാൻ പറ്റൂ. പക്ഷേ പോലീസുകാരെ പറഞ്ഞ ആ മാർഗം വീണയുടെ മുത്തശ്ശി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോ തന്നെ തന്റെ കൊച്ചുമകൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും അവളെ ഇട്ട് നരകിപ്പിക്കാൻ അയാൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ മാത്രമല്ല, അവളെ എന്റെയും കൂടി കൊച്ചുമോളാ. അവന്മാരെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ട് അവൾക്ക് സന്തോഷമാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? എന്റെ കൊച്ചുമോക്ക് നീതി മേടിച്ചു കൊടുക്കണം. അവൾ അനുഭവിച്ച വേദനകൾക്കെല്ലാം പകരം ചോദിക്കണം. മുത്തശ്ശി തീർത്ത് പറഞ്ഞതും ഒടുവിൽ മുത്തശ്ശനും അതിന് സമ്മതിക്കുന്നു. ഇതേ സമയം
സമയം ആ ടോണി ചെറ്റ ബാത്റൂമിൽ നിൽക്കുന്ന സമയത്താണ് അവന്റെ പിറകിലായിട്ട് നമ്മുടെ വീണയുടെ ആത്മാവ് വന്ന് നിൽക്കുന്നത്. നല്ല രീതിയിൽ തന്നെ അവൻ പേടിച്ച് പണ്ടാരടങ്ങിപ്പോയി. അവളെ എന്തായാലും അവന് വെറുതെ വിടാൻ പോകുന്നില്ല. അവന്റെ കഴുത്തിൽ പിടിച്ച് തറയിൽ കൂടിയൊക്കെ വലിച്ചഴിച്ച അവസാനം തല പിടിച്ച് ഭിത്തിയിലേക്ക് ഒരു ഒറ്റയിടി. വീണയെ അവൻ എങ്ങനെയൊക്കെയായിരുന്നു ഉപദ്രവിച്ചത് അതുപോലെ തന്നെ അവനെയും അവൾ ഉപദ്രവിക്കുന്നു. അന്നവൻ ഒരു ദയയുമില്ലാതെ അവളുടെ കൈ അടിച്ചൊടിച്ചില്ലേ, അതേപോലെ തന്നെ ഇവന്റെ കൈ വീണ അടിച്ചൊടിക്കുന്നു. ശേഷം തല കെട്ടും കൊടുത്തു അതേപോലെ ഒരെണ്ണം. എന്നിട്ട് അവന്റെ തല പിടിച്ച് തറയിലേക്ക് ഒരു ഒറ്റയിടി. എന്നിട്ട് പോരാഞ്ഞ് അവളുടെ കാലിൽ കൂടി അവന്മാര് ബൈക്ക് കയറ്റി ഇറക്കിയില്ലേ, അതുപോലെ തന്നെ ഇവന്റെ കാല് കതകിന് ഇടയിലേക്ക് വെച്ചിട്ട് അടിച്ചടിച്ച് പൊട്ടിക്കുന്നവള്. ശേഷം അവന്റെ തന്നെ ബെൽറ്റൂരി അവന്റെ കണ്ണിലേക്ക് മുറുകി കെട്ടുന്നു. എന്നിട്ട് അവന്റെ തല പിടിച്ച് തറയിലേക്ക് അടിച്ചടിച്ച് ഒടുക്കം അവനെ അങ്ങ് കൊന്നു കളഞ്ഞു. അങ്ങനെ ഇന്ന് വീണ മരിച്ചിട്ട് 6ാമത്തെ ദിവസമാണ്. കോടതി വിധി പ്രകാരം വീണ റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി അവളുടെ ബോഡി വീണ്ടും കുഴിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുകയാണ്. എന്നാ പോസ്റ്റ്മോർട്ടം അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയതും ലിൻഡയുടെ ബോഡിയിലേക്ക് വീണ്ടും വീണയുടെ ആത്മാവ് വന്ന് കയറുന്നു. മാത്രമല്ല പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങിയതും അവൾക്ക് നേരത്തെ അവൾ അനുഭവിച്ച ക്രൂരതകളെല്ലാം വീണ്ടും ഓർമ്മ വരുന്നു. ആ ഓർമ്മയില് അവള് വീണ്ടും വേദന കൊണ്ട് പിടയുകയാണ്. വീണയുടെ പല്ലിലായിട്ട് കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ആ പല്ലിലെ കമ്പിയും പിന്നെ അവളുടെ മുടിയിൽ വെച്ചിരുന്ന എക്സ്റ്റൻഷനും എല്ലാം ഇളക്കി മാറ്റി. അതറിഞ്ഞതും എന്തിനാ എന്റെ പല്ലിലെ കമ്പി എടുത്തത്, എന്തിനാ എന്റെ മുടി മുറിച്ചു കളഞ്ഞത്, കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അത് പറഞ്ഞ് വലിയ വായില് ബഹളം വെക്കുകയാണ്. വീണയുടെ അനിയത്തിക്ക് കാര്യം കേട്ടപ്പോഴേ മനസ്സിലായി. കാരണം വീണയ്ക്ക് അവളുടെ പല്ലിലെ കമ്പിയും മുടിയിൽ ചെയ്തിരുന്ന എക്സ്റ്റൻഷനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെല്ലാം തന്റെ ശരീരത്തിൽ നിന്നും ഊരി മാറ്റിയതിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നതും. നോക്കുമോളെ, ഇതെല്ലാം മോളുടെ നല്ലതിനു വേണ്ടി ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താലേ മോളെ കൊന്നവരെ നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റൂ. വീണയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതും ലിൻഡയുടെ ശരീരം വിട്ട് വീണയുടെ ആത്മാവ് പോകുന്നു. പക്ഷേ പോകുന്നതിന് മുന്നേ അവൾ എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. ഞാൻ പോയിട്ട് വരാം, ഇപ്പോ എന്റെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ആരെയും ഒരിക്കലും ഞാൻ മറക്കില്ല. അതും പറഞ്ഞ് ലിൻഡയുടെ ശരീരം വിട്ട് വീണയുടെ ആത്മാവ് പോകുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതും വീണ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ഗവൺമെന്റിന് കോടതിക്കും എല്ലാം മനസ്സിലായി. അതോടെ അവളെയും റൂഡിയും കൊന്ന സകല ഗ്യാങ്ങിനെയും പോലീസ് പോകുന്നു. എല്ലാത്തിനെയും ഓട്ടിച്ചിട്ട് പിടിച്ച് ജയിലിൽ അടച്ചു. ഈ വാർത്ത കണ്ടതും ഡാനിക്ക് ഒരുപാട് സന്തോഷമായി. അവന് കുറെ അലഞ്ഞതല്ലേ, പക്ഷേ ജയിൽ ശിക്ഷയൊക്കെ അവന്മാർക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ കുറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവസാനമായിട്ട് വീണ മുറിച്ചെടുത്തിരുന്ന ആ മുടിയില്ലേ, അവളുടെ അച്ഛൻ ആ മുടി കൊണ്ടുവന്ന് ദൂരെ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു കളയുന്നു. പക്ഷേ സിനിമ തീരുന്നതിന് മുന്നേ ഒരു കുറിപ്പും കൂടി കാണിക്കുന്നുണ്ട്. മൂവിയില് ആ ടോണി മരിക്കുന്നതായിട്ടും ബാക്കി എല്ലാവരെയും പോലീസ് പിടിക്കുന്നതായിട്ടുമാണ് കാണിച്ചത്. പക്ഷേ യഥാർത്ഥ ജീവിതത്തില് വീണയെ കൊലപ്പെടുത്തിയ 11 പ്രതികളിൽ 8 പേരെ മാത്രമേ പിടികൂടിയിരുന്നുള്ളൂ. അതിൽ 7 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും ലഭിച്ചു. എങ്കിലും ഈ കുറ്റകൃത്യത്തിന്റെ മെയിൻ ആളില്ലേ, ആ പോലീസുകാരന്റെ മകൻ, അവനെയും വേറെ 2 പ്രതികളെയും ഇതുവരെയും പോലീസിന് പിടിക്കാൻ പറ്റിയിട്ടില്ല. ചുരുക്കി പറഞ്ഞ പ്രധാന പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. അവസാനം ഇങ്ങനെ ഒരു കുറിപ്പും കൂടി കാണിച്ചുകൊണ്ടാണ് ഈ മൂവിയോട് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.